ഒരു നിർഭയയായ ഐപിഎസ് ഉദ്യോഗസ്ഥ തന്റെ യൂണിഫോം സാരിക്ക് പകരം നൽകി ഒരു എളിയ സ്കൂൾ അധ്യാപികയുടെ വേഷത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീഷണിയെ മറികടന്ന് രഹസ്യമായി കഴിയുമ്പോൾ തന്നെ നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ അവൾക്ക് കഴിയുമോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഗ്രാമീണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു പട്ടണത്തിൽ ഒരുകാലത്ത് ഊർജ്ജസ്വലമായിരുന്ന ഒരു സമൂഹത്തിന്റെ സമാധാനത്തിന് ഒരു ഇരുണ്ട അന്തർധാര ഭീഷണിയായി. പട്ടണത്തിന്റെ അഭിമാനം, അതിലെ കുട്ടികൾ, ഇനി സുരക്ഷിതരല്ല. സ്കൂൾ ഇടനാഴികളിലെ ചിരി പരിഭ്രാന്തി പരത്തി. യുവ വിദ്യാർത്ഥികളെ ലക്ഷ്യം വച്ചുള്ള മയക്കുമരുന്ന് റാക്കറ്റിനെക്കുറിച്ചുള്ള കിംവദന്തികൾ അവളുടെ ധീരതയ്ക്കും നീതിബോധത്തിനും പേരുകേട്ട ഒരു ഐപിഎസ് ഉദ്യോഗസ്ഥയുടെ കാതുകളിൽ എത്തിയിരുന്നു. അടുത്ത തലമുറയെ സംരക്ഷിക്കുക എന്നത് അവർക്ക് വെറുമൊരു കടം മാത്രമായിരുന്നില്ല, അതൊരു ദൗത്യമായിരുന്നു. ഈ അദൃശ്യ ഭീഷണിയെ ചെറുക്കാൻ, ചിന്തിക്കാൻ പോലും കഴിയാത്തത് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. തന്റെ ബാഡ്ജ്, റാങ്ക്, യൂണിഫോം എന്നിവ ഉപേക്ഷിച്ച് ഒരു സ്കൂൾ അധ്യാപികയുടെ ഷൂസിലേക്ക് കാലെടുത്തു വയ്ക്കുക. പരിവർത്തനം സുഗമമായിരുന്നു. മിനുക്കിയ ബൂട്ടുകൾക്ക് പകരം ചെരുപ്പുകളും ആജ്ഞാപിക്കുന്ന സ്വരവും പരിപോഷിപ്പിക്കുന്ന ശബ്ദത്തിനായി മാറ്റിവെച്ച് ആ ഓഫീസർ ഒരു പുതിയ അധ്യാപികയായി സ്കൂളിലെത്തി. ഊഷ്മളമായ പുഞ്ചിരിയോടെയും എളിമയുള്ള പെരുമാറ്റത്തോടെയും അവൾ സ്വയം പരിചയപ്പെടുത്തി ഫാക്കൽറ്റിയിലേക്ക് അനായാസമായി ഇറുകിച്ചേർന്നു. എന്നാൽ അവളുടെ ദയാലുവായ പുറംമോടിയിൽ ഒരു മൂർച്ചയുള്ള മനസ്സ് ഉണ്ടായിരുന്നു. തന്റെ വിദ്യാർത്ഥികളെ ഇരയാക്കുന്ന ക്രിമിനൽ ശൃംഖലയുടെ അടയാളങ്ങൾക്കായി ഓരോ ഇടപെടലുകളും വിശദാംശങ്ങളും പരിശോധിച്ചു. അവളുടെ ദിവസങ്ങൾ പാഠപദ്ധതികൾ, ചോക്കുപൊടി, കുട്ടികളുടെ നിഷ്കളങ്കമായ സംസാരം എന്നിവയാൽ നിറഞ്ഞിരുന്നു. എന്നിരുന്നാലും അവൾ ഒരിക്കലും ജാഗ്രത കൈവിട്ടില്ല. സൂക്ഷ്മമായ പെരുമാറ്റങ്ങൾ അവൾ ശ്രദ്ധിച്ചു. വിദ്യാർത്ഥികൾ കണ്ണിൽ നോക്കുന്നത് ഒഴിവാക്കുക, ഇടവേളകളിൽ നിശബ്ദ ഗ്രൂപ്പുകളായി തങ്ങുക, അസാധാരണമാംവിധം ഉയർന്ന സന്ദർശകരുടെ എണ്ണം, ക്യാമ്പസ് ഗേറ്റുകൾക്ക് സമീപം അലഞ്ഞുതിരിയൂ. പതുക്കെ പാറ്റേണുകൾ പുറത്തുവരാൻ തുടങ്ങി. ഓരോ ഇടപെടലും ഒരു പസിലിന്റെ ഒരു ഭാഗമായിരുന്നു. വളരെ വൈകുന്നതിനു മുമ്പ് അത് പരിഹരിക്കാൻ അവൾ ദൃഢനിശ്ചയം ചെയ്തു. ഒരു ദിവസം അവളുടെ മൂർച്ചയുള്ള സഹജാവബോധം ഫലം കണ്ടു. ഉച്ചഭക്ഷണ സമയത്ത് കളിസ്ഥലത്തിന്റെ മൂലയിൽ 2 വിദ്യാർത്ഥികൾ മന്ത്രിക്കുന്നത് അവൾ കേട്ടു. അവരുടെ മുഖം വിളറിയിരുന്നു. ഡെലിവറിയും പിടിക്കപ്പെടുമോ എന്ന ഭയവും പരാമർശിക്കുമ്പോൾ അവരുടെ ശബ്ദം വിറച്ചു. അവൾ അവരെ ഉടനടി നേരിട്ടില്ല, മറിച്ച് ഒരു മാനസിക കുറിപ്പ് എഴുതി. ക്ലാസുകൾ അവസാനിച്ച ആ വൈകുന്നേരം അവൾ മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ പിന്തുടരുകയും കൂടുതൽ സൂചനകൾ ശേഖരിക്കുകയും ചെയ്തു. റാക്കറ്റ് യഥാർത്ഥമായിരുന്നു. അതിന്റെ വേരുകൾ അവൾ സങ്കൽപ്പിച്ചതിലും ആഴത്തിൽ പടർന്നു. ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് സ്കൂൾ മുറ്റത്ത് സൂര്യൻ നീണ്ട നിഴലുകൾ വീഴ്ത്തിയപ്പോൾ ഇടനാഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ അവൾ ശ്രദ്ധിച്ചു. സംശയാസ്പദമായ ഒരു ചെറിയ പാക്കറ്റ് മുറുകെ പിടിച്ചപ്പോൾ അവന്റെ കൈകൾ വിറച്ചു. അവൾ ശ്രദ്ധാപൂർവം അവന്റെ അടുത്തേക്ക് വന്നു. അവളുടെ ശബ്ദം സൗമ്യമാണെങ്കിലും ഉറച്ചതായിരുന്നു. സുഖമാണോ ബീറ്റ? അവൾ ചോദിച്ചു. ആ കുട്ടി മടിച്ചു. അവന്റെ ഭയം പ്രകടമായിരുന്നു. അവനെ ശാസിക്കുന്നതിനുപകരം അവൾ അവന്റെ അരികിലിരുന്ന് ഒരു അധികാര വ്യക്തിയെപ്പോലെയല്ല, വിശ്വസ്തയായി സംസാരിച്ചു. പതുക്കെ അവന്റെ മതിലുകൾ തകർന്നു. അവൻ സത്യം വെളിപ്പെടുത്തി. സംഘം അവനെ മറ്റ് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ നിർബന്ധിച്ചു. വിസമ്മതിച്ചാൽ അവന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. ഈ കുറ്റസമ്മതം അവൾ കാത്തിരുന്ന വഴിത്തിരിവായിരുന്നു. നിർണായക വിവരങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് സ്കൂളിന് പുറത്ത് തന്റെ ടീമുമായി വിവേകപൂർവ്വം ഏകോപിപ്പിച്ചുകൊണ്ട് ഓഫീസർ തന്റെ മറ നിലനിർത്തി. ദിവസങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികളും ജീവനക്കാരും അവരുടെ പതിവുകൾ ചെയ്യുന്നതിനിടയിൽ പോലീസ് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത ഒരു റെയ്ഡ് നടത്തി. സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘത്തെ പിടികൂടി. അവരുടെ ശൃംഖല പൊളിച്ചു. ഒരിക്കൽ ഭയത്താൽ വലയിലായ കുട്ടികൾ ഒടുവിൽ അവരുടെ മേൽ പതിച്ച നിഴലുകളിൽ നിന്ന് മോചിതരായി. അധ്യാപികയെക്കുറിച്ചുള്ള സത്യം വെളിപ്പെട്ടപ്പോൾ സ്കൂൾ മുഴുവൻ അത്ഭുതസ്തബ്ധരായി. തങ്ങൾക്ക് പരിചിതയായ എളിയ അധ്യാപിക പൂർണ്ണ ഐപിഎസ് യൂണിഫോമിൽ അവരുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഒരുപോലെ അവിശ്വസനീയതയോടെ നോക്കി. പരിവർത്തനം അമ്പരപ്പിക്കുന്നതായിരുന്നു, പക്ഷേ അവളുടെ സമർപ്പണം നിഷേധിക്കാനാവാത്തതായിരുന്നു. ഹൃദയംഗമമായ ഒരു പ്രസംഗത്തിൽ അവൾ വിദ്യാർത്ഥികളോട് നേരിട്ട് പറഞ്ഞു, ഇത് എന്റെ വിജയം മാത്രമല്ല, ഇത് നമ്മുടേതാണ്. ഓർമ്മിക്കുക, നിങ്ങളുടെ വഴിയിൽ എന്ത് വെല്ലുവിളികൾ വന്നാലും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അവർ വേഷം മാറി വന്നാലും നിങ്ങളെ സംരക്ഷിക്കാൻ പോരാടുന്ന ആരെങ്കിലും എപ്പോഴും ഉണ്ടാകും. അവരുടെ വാക്കുകൾ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. അവരുടെ ധൈര്യത്തിൽ പ്രചോദിതരായ വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ ആർപ്പുവിളിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും നന്ദി പ്രകടിപ്പിച്ചു. ആ ഉദ്യോഗസ്ഥയുടെ പ്രവർത്തനങ്ങൾ പട്ടണത്തിന്റെ സംസാരവിഷയമായി. യഥാർത്ഥത്തിൽ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതിന്റെ പ്രതീകമായി. അധ്യാപകനായി മാറിയ ഐപിഎസ് ഓഫീസറുടെ കഥ താമസിയാതെ ചെറിയ പട്ടണത്തിനപ്പുറത്തേക്ക് വ്യാപിച്ചു. പ്രതീക്ഷയുടെ ഒരു ദീപമായും ധീരതയുടെ ഒരു പാഠമായും മാറി. യഥാർത്ഥ വീരന്മാർ നിയമം ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല, അനുകമ്പ, നിസ്വാർത്ഥത, ലോകത്തെ മികച്ച സ്ഥലമാക്കാനുള്ള ദൃഢനിശ്ചയം, ഒരു കുട്ടി, ഒരു സമൂഹം, ഒരു സമയം, ഒരു ധൈര്യപ്രവൃത്തി,
എന്നിവയാണ് അവർ ഉൾക്കൊള്ളുന്നതെന്ന് ഇത് എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഈ അവിശ്വസനീയമായ കഥ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യത്തിന്റെയും പ്രതിരോധശേഷിയുടെയും കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരെ ശ്രദ്ധിക്കുകയും നന്മയുടെ ശക്തിയിൽ വിശ്വസിക്കുകയും ചെയ്യുക.